ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നും ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. ഈ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി ആണല്ലേ. ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ റൂൾ എന്താണ്? ലയബിലിറ്റി കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കുറഞ്ഞാലോ ഡെബിറ്റ് ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ലയബിലിറ്റീസിന്റെ എമൗണ്ട് കൂടി എന്നാൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ലയബിലിറ്റിയുടെ എമൗണ്ട് കുറഞ്ഞെന്നാലോ അത് ഡെബിറ്റും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്, ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടില് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും, ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും പോസ്റ്റ് ചെയ്യുക. ഇതാണിത് എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജേർണൽ എൻട്രി വെച്ച് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഐറ്റംസ് ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി ക്രെഡിറ്റഡ് അല്ലേ. ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഈ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, ഇതാണ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. അതിൻ്റെ അകത്ത് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം എവിടെ എഴുതണം? അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും. ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട്, അതായത് ഈ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തേണ്ടത്. ക്ലിയർ? ഇനി ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എവിടെ എഴുതണമെന്ന് നോക്കാം. നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റീസിന്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഏതായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റും ആയിരിക്കും. അത് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പം ഇവിടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാം. പറഞ്ഞു, ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയുടെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്തെന്ന് പറഞ്ഞു എഴുതുന്നത്? ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞു. ഇനി ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും എവിടെയായിരിക്കും വരുന്നത്? ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതാറ്? ബാലൻസ് സി ഡി എന്നും പറഞ്ഞു. അപ്പം ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റും ആയിരിക്കും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ. ക്ലിയർ? ഇനി ഈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് വരുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരുന്നതിന്റെ തന്നെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്തോറും ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ അത് ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ. ഇവിടെയാണ് ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് വരികയുള്ളൂ. അപ്പം ക്രെഡിറ്റ് പർച്ചേസ് ഇതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? ബാക്കി എല്ലാ ഐറ്റംസും എഴുതി ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആയിരിക്കും ഈ ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊരു ഉദാഹരണത്തിലൂടെ പഠിക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് 1,00,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ കടത്തിൽ വാങ്ങിയെന്ന് വിചാരിക്കാം. ക്രെഡിറ്റ് പർച്ചേസ് വന്ന് 1,00,000 രൂപയാണെന്ന് വിചാരിക്കാം. അതിലൊരു 10,000 രൂപയുടെ സാധനങ്ങൾ മോശമായതിനാൽ തിരിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിത് 90,000 രൂപ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ 1,00,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് എന്ന ലയബിലിറ്റിയിൽ 10,000 രൂപ എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ കൊടുത്തതാണ്. അപ്പോൾ ഈ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിലല്ലേ എഴുതേണ്ടത്. കാരണം 1,00,000 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൽ 10,000 രൂപയുടെ ഐറ്റംസ് എന്ത് ചെയ്യുന്നു? തിരികെ കൊടുക്കുന്നു. അപ്പോൾ അവിടെ അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്നും പറഞ്ഞ് എവിടെയാണ് എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് റിട്ടേൺ.
അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ടിനെ ഡിക്രീസ് ചെയ്യിക്കുന്ന ഐറ്റമാണ് അല്ലെ. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് മിക്കവാറും. ഇനി പർച്ചേസ് റിട്ടേൺ സംഭവിച്ചെന്നാൽ ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കുറയുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എവിടെ എഴുതും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇനി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തു എന്ന് കരുതുക. അപ്പം 90,000 രൂപയിൽ ഒരു 10,000 രൂപ ക്യാഷ് കൊടുത്തു. അപ്പോഴും ക്രെഡിറ്റേഴ്സിനോടുള്ള ബാധ്യത ഈ 90,000 രൂപയിൽ നിന്ന് 80,000 ആയി കുറഞ്ഞില്ലേ? അതായത് ക്രെഡിറ്റർക്ക് കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ടിൽ കുറച്ച് ക്യാഷ് കൊടുക്കുന്നു. ക്യാഷ് കൊടുക്കുമ്പോഴും ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലൈബിലിറ്റി അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പൊ അതും ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പൊ എന്താണത്? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുന്നു. അപ്പൊ അതെവിടെ എഴുതണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. കാരണം അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കുറയുന്നു. ക്യാഷ് പെയ്ഡ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി മറ്റൊരു കേസ് പറയുന്നത് ഈ ക്യാഷിന് പകരം ചെക്ക് കൊടുക്കാമല്ലോ. അപ്പൊ ചെക്ക് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? അത്രയും തുകയ്ക്ക് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പൊ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ്, അപ്പോഴും ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു? അത്രയും തുകയ്ക്ക് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതും എവിടെയാണ് എഴുതേണ്ടത്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. അപ്പൊ ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ നമ്മൾ എന്തെന്നും പറഞ്ഞാണ് എഴുതേണ്ടത്? ബാങ്ക് എന്നും പറഞ്ഞു അല്ലെ. ബാങ്ക് എന്നും പറഞ്ഞ ചെക്ക് ഇഷ്യൂഡ് അപ്പൊ അതും നമ്മൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. ഇനി മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ ബിൽസ് പേയബിള് അക്സെപ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോഴും ക്രെഡിറ്റേഴ്സ് എന്ന ലയബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോഴതും ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പൊ നമ്മൾ ബിൽസ് പേയബിള് ക്രെഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിൽസ് പേയബിള് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള എമൗണ്ട്, കാരണം അത്രയും വാല്യൂ ഉള്ള ഒരു അസറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാണ്, നമ്മളങ്ങ് കൈമാറുവാണ് ക്രെഡിറ്റർക്ക്. അപ്പൊ അത്രയും തുകയ്ക്ക് ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പൊ ക്രെഡിറ്ററുടെ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്തെന്നാ എഴുതുന്നത്? ബിൽസ് പേയബിൾ ഇഷ്യൂഡ് അല്ലെ. നമ്മൾ ക്രെഡിറ്റർ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റർക്ക് ബിൽസ് പേയബിൾ അങ്ങ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ബിൽസ് പേയബിൾ ഇഷ്യൂഡ് അല്ലെങ്കിൽ അത് ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ അത്രയും തുകയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അതും എവിടെ എഴുതുന്നു? ഡെബിറ്റ് സൈഡിൽ. അപ്പം ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ബിൽസ് അക്സെപ്റ്റഡ്. ക്രെഡിറ്ററുടെ ബുക്കിലായതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് ബിൽസ് പേയബിൾ എന്ന് വേണം എഴുതാൻ കേട്ടോ. ബിൽസ് റിസീവബിൾ അല്ല. ബിൽസ് റിസീവബിൾ എന്ന് എവിടെയാണ്? ഡെറ്ററുടെ അക്കൗണ്ടിലാണ് നമ്മൾ ബിൽസ് റിസീവബിൾ ആയിട്ട് എഴുതുന്നത്. ഇവിടെ നമുക്ക് ബില്ല് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ബിൽസ് പേയബിൾ എന്ന് എഴുതുന്നു. അപ്പൊ അതും ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യിക്കുന്നു. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 50,000 രൂപ ക്രെഡിറ്റർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ ക്രെഡിറ്റർക്ക് 50,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ക്രെഡിറ്റർ നമുക്ക് ചെറുതായിട്ടൊരു ഡിസ്കൗണ്ട് തന്നു, ഒരു 5,000 രൂപയുടെ ഡിസ്കൗണ്ട് തന്നു എന്ന് കരുതുക. അപ്പോൾ ഇനി നമ്മൾ ക്രെഡിറ്റർക്ക് എത്ര കൊടുത്താൽ മതി? 45,000 രൂപ കൊടുത്താൽ മതി. അപ്പോഴും നമ്മളുടെ ക്രെഡിറ്റേഴ്സിനോടുള്ള ലയബിലിറ്റി 50,000-ൽ നിന്ന് 45,000 രൂപയായിട്ട് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റർ നമുക്ക് ഡിസ്കൗണ്ട് തന്നതാണ്. അപ്പൊ നമ്മളത് എന്തെന്നും പറഞ്ഞാണ് എഴുതേണ്ടത്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റേഴ്സ് അല്ലെ. അപ്പൊ അതും ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റേഴ്സ്. അപ്പൊ അത്രയും തുക ഡിസ്കൗണ്ട് കിട്ടി, അത്രയും തുകയ്ക്ക് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എന്ത് ചെയ്യപ്പെടുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തെന്ന് എഴുതണം? ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് എഴുതണം. ഡിസ്കൗണ്ട് റിസീവ്ഡ്. കാരണം
ഡെറ്റേഴ്സിനാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് അലോ ചെയ്യും. ഇവിടെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് എഴുതുന്നത്. അങ്ങനെ ആദ്യം കഴിഞ്ഞു. പിന്നെ ക്രെഡിറ്ററുടെ കാര്യത്തിൽ നമ്മൾ വേറൊരു കാര്യം ചെയ്തു. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു ബിൽസ് റിസീവബിൾ ക്രെഡിറ്റർക്ക് കൊടുത്തു. അതായത് നമുക്ക് ഏതോ ഒരു ഡെറ്റർ തന്ന ഒരു ബിൽസ് റിസീവബിൾ ഉണ്ടായിരുന്നു. ആ ബിൽസ് റിസീവബിളിനെ നമ്മൾ ക്രെഡിറ്റർക്ക് കൊടുക്കും. നമ്മൾ ക്യാഷ് കൊടുക്കാനായിരുന്നു. ക്രെഡിറ്റർക്ക് എന്ത് ചെയ്തു? എൻഡോഴ്സ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നാൽ അത് എവിടെയാണ് വരുന്നത്? ക്രെഡിറ്ററുടെ അക്കൗണ്ടിലാണ് വരുന്നത്. അതും എവിടെ വരണം? ഡെബിറ്റ് സൈഡിൽ വരണം. കാരണം എന്താ? നമ്മുടെ കയ്യിൽ ഇരുന്ന ഒരു 50,000 രൂപയുടെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് 50,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന ക്രെഡിറ്റർക്ക് കൊടുക്കുന്നു. അപ്പോഴും ക്രെഡിറ്റേഴ്സിനോടുള്ള ബാധ്യത ആ 50,000 രൂപയ്ക്ക് എന്ത് ചെയ്യും? കുറയും. കാരണം ക്യാഷിന് പകരം 50,000 രൂപ വാല്യൂ ഉള്ള മറ്റൊരു അസറ്റ് നമ്മൾ ആർക്ക് കൊടുത്തു? ഈ ക്രെഡിറ്റർക്ക് കൊടുത്തു. അതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതേണ്ടത്? ബിൽസ് റിസീവബിൾ എൻഡോഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പം ബിൽസ് റിസീവബിൾ എൻഡോഴ്സ് ചെയ്യുമ്പോഴും ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. ബിൽസ് റിസീവബിൾ എൻഡോഴ്സ്ഡ് ടു ക്രെഡിറ്റർ. അപ്പൊ അതും എവിടെ എഴുതണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തെന്നും പറഞ്ഞ് എഴുതേണ്ടത്? ബിൽസ് റിസീവബിൾ ബ്രാക്കറ്റിൽ എൻഡോഴ്സ്ഡ് എന്നും കൂടി കാണിച്ചേക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ക്രെഡിറ്റർ എന്ന ബാധ്യത ഡിക്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഈ സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുക? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. കാരണം ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഐറ്റമാണ്. ഇനി ഈ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മളൊരു കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണ് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കൂടുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എമൗണ്ട് ആണ്, അതായത് ബാലൻസ് ഫിഗർ ആണ്. പിന്നെ ഇവിടെ ഇനി ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കൂട്ടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിവിടെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചെക്ക് ഡിസോണർ ആയെന്ന് സങ്കല്പിക്കുക. ആ ചെക്ക് ഡിസോണർ ആയെന്നാൽ എന്ത് സംഭവിക്കും? അത്രയും തുക വീണ്ടും ബാധ്യത ഇൻക്രീസ് ചെയ്യും. കാരണം ചെക്കിലെ പണം നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തില്ല. അപ്പൊ വീണ്ടും എന്ത് ചെയ്യുന്നു? ക്രെഡിറ്ററോടുള്ള ബാധ്യത അത്രയും തുകയ്ക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? ചെക്ക് ഡിസോണർ ആയെന്നാൽ, നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്ക് ഡിസോണർ ആയെന്നാൽ ക്രെഡിറ്റേഴ്സിനോടുള്ള ബാധ്യത എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അത് എവിടെ എഴുതുന്നു? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. ചെക്ക് ആയതുകൊണ്ട് നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതുന്നത്? ബാങ്ക് എന്നും പറഞ്ഞ്. ചെക്ക് ഡിസോണേഡ്. അതിന്റെ കാരണം നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്ക് ഡിസോണറായി. എത്ര എമൗണ്ട് ആണ്? അത്ര എമൗണ്ട്. ഇനി മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ക്രെഡിറ്ററോടുള്ള എമൗണ്ട് കൂടാനുള്ള മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ നോക്കിക്കേ, ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡിസോണർ ആയിരുന്നാലും എന്ത് സംഭവിക്കും? അത്രയും തുകയ്ക്ക് ബാധ്യത എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ ബിൽസ് പേയബിൾ, നമ്മൾ ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ഡിസോണർ ആയിരുന്നാലും ക്രെഡിറ്ററിനോടുള്ള ബാധ്യത വീണ്ടും കൂടും. അപ്പൊ നമ്മൾ മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ബിൽസ് പേയബിൾ ഡിസോണേഡ്. ബിൽസ് പേയബിൾ ഡിസോണർ ആയെന്ന്. അതും ക്രെഡിറ്റ് സൈഡിൽ ബിൽസ് പേയബിൾ, ബിൽസ് പേയബിൾസ് ഡിസോർഡേർഡ് എന്ന് പറഞ്ഞു. ഇനി പിന്നെ ഇവിടെ നമ്മളൊരു ബില്ല് നോക്കിക്കേ, മറ്റൊരു കേസ് വന്നാൽ പിന്നെ ഒരു ബില്ല് നമ്മൾ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എൻഡോഴ്സ് ചെയ്ത ബില്ല് ഡിസോണർ ആയി പോയാലോ? അപ്പോഴും എന്ത് സംഭവിക്കും? ക്രെഡിറ്ററോടുള്ള ബാധ്യത കൂടുകയില്ലേ? കാരണം നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന ആൾക്ക് എൻഡോഴ്സ് ചെയ്തതായിരുന്നു. ആ എൻഡോഴ്സ് ചെയ്ത ബില്ല് നമുക്ക് ഡെറ്റർ തന്ന ബില്ലാണ്, ഡെറ്റർ ക്യാഷ് തന്നില്ല. അപ്പൊ എന്തായി? ആ എൻഡോഴ്സ് ചെയ്ത ബില്ല് ഡിസോണർ ആയി പോകുന്നു അല്ലേ? അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതണം?
അപ്പൊ അത്രയും തുകയ്ക്ക് വീണ്ടും നമുക്ക് ക്രെഡിറ്ററോടുള്ള ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് എവിടെ എഴുതണം? ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം അല്ലെ. അപ്പൊ എന്നാന്ന് പറഞ്ഞ് എഴുതണം? എൻഡോസ്ഡ് ബിൽ ഡിസോണേഡ് അല്ലെ. എൻഡോസ്ഡ് ബില്ല് ഡിസോണർ ആവുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റം എൻഡോസ്ഡ് ബിൽ ഡിസോണേഡ്. അപ്പൊ നമ്മൾ അക്കൗണ്ടിലോട്ട് എഴുതുമ്പോൾ എന്തെന്ന് പറഞ്ഞ് എഴുതേണ്ടത്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് നമുക്ക് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. കാരണം നമ്മുടെ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബില്ലല്ലേ. അപ്പം ഡെറ്റേഴ്സ് പറഞ്ഞ് എൻഡോസ്ഡ് ബില്ല്, എൻഡോസ്ഡ് ബിൽ ഡിസോണേഡ് എന്ന് കാണിക്കാം. ബിൽ എമൗണ്ട് ഇവിടെ എഴുതുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കൂടാനുള്ള കാരണങ്ങൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഡെറ്റേഴ്സ് അല്ല, ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും, ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും എഴുതിയാൽ മതി. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രെഡിറ്റ് പർച്ചേസ്. ഇതായിരിക്കും മിക്കവാറും നമുക്ക് ചോദ്യത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി ഇത് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഫിഗർ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എഴുതിയിട്ട് ആ മിസ്സിംഗ് ഫിഗർ ബാലൻസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഫിഗർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മിസ്സിംഗ് ഐറ്റം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? ഈ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരച്ചു വെച്ചേക്കുക. എല്ലാ ഐറ്റവും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. അസർട്ടൈനിങ് ക്രെഡിറ്റ് ടു പർച്ചേസസ്. കടത്തിന് വാങ്ങിയ സാധനങ്ങളുടെ തുക നിർണ്ണയിക്കുക. അപ്പം അതിന് തയ്യാറാക്കുന്ന അക്കൗണ്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. അതായത് വൺ വേർഡിലൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങൾ കടത്തിന് വാങ്ങിയ തുക സാധാരണയായിട്ട് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് ലഭ്യമാകില്ല. അപ്പം അതുപോലെ ഈ ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും അപൂർണമായിരിക്കും. അപ്പോൾ ഒരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയെന്നാൽ നമുക്ക് ആ മിസ്സിംഗ് ഫിഗർ കണ്ടെത്താം. അപ്പം അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഞാൻ മുമ്പേ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഫോർമാറ്റ് ബുക്കിലേക്ക് വരച്ചു വയ്ക്കുക. അപ്പം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. അപ്പം ആ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. ഈ ഐറ്റംസ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തതിൽ ഈ ബില്ല് എൻഡോഴ്സ് ചെയ്യുന്ന ബില്ല് അതിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഫോർമാറ്റ് നിങ്ങൾ വരച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു കൃഷ്ണ ഫുഡ് സപ്ലയേഴ്സ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 40,000. അതെന്ന് പറയുന്നത് ബാലൻസ് ബ്രോഡ് ഡൗൺ ആണ്. ക്രെഡിറ്റർ ആണ്, ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഏത് സൈഡിലായിരിക്കും എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലായിരിക്കും എഴുതേണ്ടത്. അപ്പം ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് 50,000. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എവിടെയേ വരികയുള്ളൂ? ഡെബിറ്റ് സൈഡിലാണ് വരികയുള്ളൂ. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആണ്. അത് നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതേണ്ടത്? ബാലൻസ് സി ഡി എന്നും പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 50,000 രേഖപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ് 85,000. അതായത് ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് 85,000 രൂപ. 85,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുമ്പോൾ അത്രയും തുകയ്ക്ക് ക്രെഡിറ്റേഴ്സിനോടുള്ള ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് എവിടെ എഴുതണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് 85,000 കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് 2,000. ഇപ്പൊ ക്രെഡിറ്ററുടെ കയ്യിൽ നിന്നും നമ്മൾ കൃത്യമായി ക്യാഷ് പറഞ്ഞ ഡേറ്റിൽ കൊടുത്തത് കാരണം ഒരു 2,000 രൂപ ഡിസ്കൗണ്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2,000 രൂപയ്ക്ക് ക്രെഡിറ്ററോടുള്ള ബാധ്യത എന്ത് ചെയ്യപ്പെടുന്നു? കുറയുന്നു, ഇല്ലേ? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അതും എവിടെ എഴുതണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് 2,000 എഴുതിയിരിക്കുന്നു. ഇത്ര ഐറ്റംസ് ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ്.
അപ്പോൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. അതായത് 97,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി കുറച്ചും കൂടി ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം. നിങ്ങളുടെ KGC ടെക്സ്റ്റിലെ പേജ് നമ്പർ 11.17 എക്സാമ്പിൾ 5 ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ക്രെഡിറ്റ് പർച്ചേസ് ബൈ പ്രിപ്പയറിംഗ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ട് ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് 7,200. എന്താണിത്? ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ, 7,200 രൂപയാണ്. എവിടെ എഴുതണം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ? നമുക്കറിയാം ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ലയബിലിറ്റി ആണ്, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് അതിന്റെ ഓപ്പണിംഗ് ബാലൻസും ഏതായിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അപ്പം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്തെന്നാ എഴുതുന്നത്? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ 7,200 എഴുതണം. നെക്സ്റ്റ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ 36,500. 36,500 രൂപ ആ വർഷം ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. ക്യാഷ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത്രയും തുകയ്ക്ക് ക്രെഡിറ്റേഴ്സിനോടുള്ള ബാധ്യത കുറയുന്നു. ക്രെഡിറ്റേഴ്സിനോടുള്ള ബാധ്യത അല്ലെങ്കിൽ ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ലൈബിലിറ്റി ഡിക്രീസ് ചെയ്തെന്നാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ് 36,500 ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. നെക്സ്റ്റ്, ചെക്ക് ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ ഇയർ 24,000. 24,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ക്യാഷ് പോലെ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴും അത്രയും തുകയ്ക്ക് ക്രെഡിറ്റേഴ്സിനോടുള്ള ബാധ്യത എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അതും എവിടെ എഴുതണം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞ ചെക്ക് ആയതുകൊണ്ട് ബാങ്ക് എന്നും പറഞ്ഞ് നമ്മൾ എഴുതണം. 24,000 കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് ₹2,500. ഈ ക്രെഡിറ്റേഴ്സ് ഒരു 2,500 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു അല്ലേ. അതായത് നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന തുകയിൽ ഒരു 2,500 രൂപ കിഴിവ് തന്നു. അപ്പോൾ ഈ 2,500 രൂപയ്ക്ക് അത്രയും ബാധ്യത, ക്രെഡിറ്റേഴ്സിനോടുള്ള ബാധ്യത അവിടെയും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ അപ്പം കിട്ടിയതാണ് അല്ലേ, നമുക്ക് ഡിസ്കൗണ്ട് ഇവിടെ കിട്ടിയതാണ്. അത് എവിടെ കാണിക്കണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് 2,500 കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ്, ബിൽസ് അക്സെപ്റ്റഡ് ഡ്യൂറിംഗ് ദ ഇയർ. ആ വർഷം ഒരു 12,500 രൂപയുടെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മൾ ബിൽസ് പേയബിൾ ആണ് അല്ലേ. അപ്പം 12,500 രൂപയുടെ വില വരുന്ന ഒരു ബില്ല് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ബിൽസ് പേയബിൾ കൊടുക്കുമ്പോഴും അതിൻ്റെ അക്സെപ്റ്റൻസ് കൊടുക്കുമ്പോഴും അത്രയും തുകയ്ക്ക് ക്രെഡിറ്റേഴ്സിനോടുള്ള ലയബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പം അതുകൊണ്ട് അതും എവിടെ എഴുതണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ് 12,500 എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ്, ഗുഡ്സ് റിട്ടേൺഡ് ടു ക്രെഡിറ്റേഴ്സ് 3,200 രൂപയുടെ സാധനം ക്രെഡിറ്റേഴ്സിന് തിരിച്ചയച്ചു. അതായത് ക്രെഡിറ്റേഴ്സിന് തിരിച്ചയച്ചു എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം അത് കേടുവന്നത് കൊണ്ടോ മറ്റെന്തെങ്കിലും ഡാമേജ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിശ്ചിത ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ റിട്ടേൺ ചെയ്തതാണ് അല്ലേ. അപ്പം പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്തതാണ്. ഇത് പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോഴും എന്ത് സംഭവിക്കും? നമ്മൾ റിട്ടേൺ ചെയ്ത സാധനത്തിന്റെ ക്യാഷ് കൊടുക്കുമോ? ഇല്ല. ആ എമൗണ്ടും ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടിൽ നിന്ന് കുറയും. അപ്പം 3,200 രൂപ എന്ത് ചെയ്യും? കൊടുക്കാനുള്ള എമൗണ്ടിൽ നിന്ന് കുറയുന്നു. അതുകൊണ്ട് അതും എവിടെ എഴുതണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ് 3,200 എഴുതുന്നു. നെക്സ്റ്റ്, ക്രെഡിറ്റേഴ്സ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് 8,600. ഇതെന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് എവിടെ എഴുതേണ്ടത്? നമുക്കറിയാം ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും അല്ലേ. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ 8,600 ഇവിടെ എഴുതുന്നു. ഈ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റിൽ വന്നാലല്ലേ അത് പിറ്റേത്തെ വർഷം ഓപ്പണിങ്ങിൽ വരുമ്പോൾ എവിടെ വരികയുള്ളൂ? ക്രെഡിറ്റ് സൈഡിൽ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും എഴുതി. സാധാരണ എക്സാമിന് ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ചോദിക്കാറുള്ളൂ. 3-4 മാർക്കായിരിക്കും ഇതിന് വരുന്നത്. അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എല്ലാ ഐറ്റവും എഴുതി കഴിഞ്ഞാൽ ഇനി ഇവിടെ വരുന്ന മിസ്സിംഗ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്?
ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 80,100 എന്ന് പറയുന്നത് അത് ബാലൻസിങ് ഫിഗർ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് ആണ്. അപ്പം ഇങ്ങനെയാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് അസർട്ടൈൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, മറ്റേതെങ്കിലും ഫിഗറാണ് മിസ്സിംഗ് എങ്കിൽ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ എഴുതുക. എന്നിട്ട് മിസ്സിംഗ് ഫിഗർ നമുക്ക് ബാലൻസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആ ഫിഗർ ആയിരിക്കും നമുക്ക് നമ്മുടെ മിസ്സിംഗ് ഐറ്റത്തിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.